ഹലോ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരുടെ ഈസ്റ്റർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ ഈസ്റ്റർ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ടും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നത്തെയും പോലെ നമ്മൾ ഈ പ്രാവശ്യം ബർത്ത്ഡേ അങ്ങനെ വലിയ സെലിബ്രേഷൻ ഒന്നും ആക്കിയിട്ടൊന്നുമില്ല. സാധാ ഒരു ഡേ ആയിട്ട് തന്നെയായിരുന്നു പോയത് കേട്ടോ. പിന്നെ എല്ലാ പ്രാവശ്യം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ബർത്ത്ഡേക്ക് രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ബൈബിൾ എടുത്ത് ഒരു കോട്ടെങ്കിലും വായിക്കാനായിട്ട് നോക്കും. കാരണം ആ ഒരു കോട്ട് വെച്ചിട്ടായിരിക്കും ഞാൻ എൻ്റെ ഈ ഒരു വർഷം ഞാൻ ഇനി നോക്കുന്നത്. അങ്ങനെ ബൈബിളൊക്കെ വായിച്ചു കഴിഞ്ഞു, പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഈ ഓരോ കോട്ട്സ് ഒക്കെ ഇരിക്കുന്ന ഒരു കുഞ്ഞു ബോക്സ് ഉണ്ട് കേട്ടോ. അത് ഞാൻ തെമൂന്നാണ് മേടിച്ചത്. അങ്ങനെ ആ കോട്ട് ഞാൻ റാൻഡമായിട്ട് എടുത്ത് നോക്കിയപ്പം എനിക്കിതാ ഈ ഒരു കോട്ടാണ് കിട്ടിയത്. ചില സമയത്ത് മനസ്സിനൊരു സുഖമൊന്നും ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ റാൻഡമായിട്ട് കോട്ട്സൊക്കെ എടുത്ത് വായിക്കുന്നത്. അങ്ങനെ രാവിലെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഉണങ്ങി കഴിഞ്ഞല്ലോ, അപ്പോൾ അതെല്ലാം എടുത്തു വെക്കാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ 2-3 ദിവസമായിട്ട് ചെയ്യണം എന്ന് പെൻഡിങ് ആയി വെച്ചൊരു കാര്യം ഇന്ന് എനിക്ക് ചെയ്താലേ പറ്റൂ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ സിങ്കിൻ്റെ ആ ഒരു സറൗണ്ടിങ്സ് ഫുള്ളൊന്ന് ക്ലീൻ ആക്കാനായിട്ട്. അപ്പം ഞാൻ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് അവിടെ ഫുള്ള് ക്ലീൻ ആക്കുന്നത്. ക്ലീൻ ഒക്കെ ആക്കിയ ശേഷം ഇനി നമുക്ക് അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻസിലോട്ട് കിടക്കാം. അപ്പം ഞാൻ ഒത്തിരി ഉണ്ടോ പറഞ്ഞാൽ ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജെയാൻഡസ്. ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മഷ്റൂം ഗാർലിക് ബ്രെഡാണ് കേട്ടോ. യൂഷ്വലി ഞാൻ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നല്ല പ്രിഫർ ചെയ്യുന്നത്. ഞാൻ യൂഷ്വലി എനിക്ക് ഇഷ്ടമുള്ള ഫുഡുകളായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ദോശയായിരിക്കും ഞാൻ കൂടുതലും പ്രിഫർ ചെയ്തത്. പക്ഷേ നമ്മൾ ദോശമാവ് മേടിച്ചിട്ടില്ലായിരുന്നു. സാമ്പാർ വെക്കാനായിട്ടുള്ള സമയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാളെ കഴിഞ്ഞ്, അതായത് 21-ാം തീയതി നമ്മൾ ഇവിടുന്ന് ഒരു ട്രിപ്പിന് പോവുകയാണ്. അപ്പോൾ അത് കാരണം അങ്ങനെ അധികം ഫുഡ് വെക്കണ്ട എന്നുള്ള രീതിയിലുള്ള പ്ലാനിലാണ് നമ്മളിരിക്കുന്നത്. അപ്പം ഒരു സിമ്പിളായിട്ടുള്ളൊരു സാധാ ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നുണ്ടാക്കിയത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അച്ചു ഭയങ്കര നിർബന്ധമായിരുന്നു. അച്ചു വന്ന് ആ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്ന് തുറന്ന് നോക്കണം എന്നുള്ളത്. 2-3 ദിവസം ഇവിടെ മുന്നേ വന്നിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നേരം തൊട്ട് എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക, നീ തുറന്ന് നോക്കും എന്നുള്ളത്. പക്ഷേ ബർത്ത്ഡേയുടെ അന്നല്ല നമ്മൾ തുറന്ന് നോക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ പതൊക്കെ തുറന്ന് നോക്കി. ഞാൻ ഗസ് ചെയ്തത് കറക്റ്റ് തന്നെയായിരുന്നു. ഞാൻ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ ഒരു ജുവലറി ആണെന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് കളറായിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് ആയിരുന്നു ആദ്യം ഞാൻ തുറന്ന് നോക്കിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമാണ്. ബ്ലൂവിൻ്റെ ഏത് വെറൈറ്റീസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ ഒരു കളറിലുള്ളൊരു ബ്രേസ്ലെറ്റാണ് അച്ഛൻ എനിക്ക് തന്നത്. പിന്നെ ഒരു മാലയും തന്നിട്ടുണ്ടായിരുന്നു, ഹാർട്ട് ഷേപ്പിലുണ്ടായിരുന്ന ഒരു മാല. അത് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ജുവലറീസ് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യം തന്നെ അച്ഛൻ ഗിഫ്റ്റായിട്ട് തന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഗിഫ്റ്റൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഉച്ചയ്ക്ക് നമ്മൾക്ക് ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തലേദിവസം വെച്ച ആ ഒരു ഗുഡ് ഫ്രൈഡേക്ക് വെച്ച ആ ഒരു കഞ്ഞി ഉണ്ടല്ലോ, അപ്പോൾ കഞ്ഞിയുടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കഞ്ഞി തന്നെ ഇന്ന് കൂട്ടാന്നുള്ള രീതിയിൽ അങ്ങനെ കഞ്ഞിയൊക്കെ കൂട്ടി ഇന്നത്തെ ദിവസത്തെ വ്ളോഗ് അങ്ങനെ അങ്ങ് അവസാനിപ്പിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈസ്റ്റർ വ്ളോഗ് കണ്ടാലോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സാധാ ഒരു ഡേ പോലുള്ള ഒരു ബർത്ത്ഡേ ആയിരുന്നു അത്. അങ്ങനെ വലിയ സെലിബ്രേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് ഈസ്റ്ററിനും വലിയ സെലിബ്രേഷൻസ് ഒന്നുമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെയാണ് നമ്മൾ ട്രിപ്പിന് പോകുന്നത്. അപ്പോൾ ട്രിപ്പിൻ്റെ കുറച്ചേറെ എക്സൈറ്റ്മെൻറ്റും പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് കേട്ടോ നമ്മൾ അങ്ങനെ 2 ഡേയ്സും അങ്ങനെ വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാതിരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നേരം നമുക്കത് പറ്റിയില്ല. കാരണം അവർക്ക് 2 പേർക്ക് ഡ്യൂട്ടി ഉണ്ടായി. പിന്നെ നമുക്ക് ഈ ട്രിപ്പിന് പോകുന്നതിൻ്റെ ഉള്ള ആ ഒരു ഇതും കൂടെയൊക്കെ ആയപ്പോഴത്തേക്കും മൊത്തത്തിൽ അങ്ങ് പാക്ഡ് ആവും എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകാതിരുന്നത്. പിന്നെ പ്ലസ് എനിക്ക് പനിയും കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ എൻ്റെ പനി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. സൗണ്ട് ചെറിയ രീതിയിൽ ഇപ്പോൾ നോർമലായി വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ അത്ര റിസ്ക് എടുത്ത് ഇപ്പോൾ ട്രാവൽ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ ആ ഒരു ട്രിപ്പ് അങ്ങനെ ക്യാൻസലാക്കി. പക്ഷേ നമ്മൾ നാളെ ട്രിപ്പിന് പോകുന്നുണ്ട് കേട്ടോ. അത് ഇതുവരെ ആക്കിയിട്ടില്ല. കാരണം അതെല്ലാ കാര്യങ്ങളും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് എന്തായാലും ക്യാൻസലാക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അത്രയും പൈസ നഷ്ടമാകത്തില്ലേ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർഡായി വന്നിട്ടുണ്ട്. ഇന്നും ഗാർലിക് ബ്രെഡ് തന്നെയാണ്. പിന്നെ ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് നമ്മളിന്ന് മുട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നോയമ്പ് വീഡിയോല്ലോ, ഒരാഴ്ചത്തേക്ക് മാത്രം നമ്മൾ നോയമ്പ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് പുറത്ത് പോകാമെന്നുള്ള രീതിയിലാണ് അച്ചു പ്ലാൻ ചെയ്തിരിക്കുന്നത്. അച്ചു ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് ഈസ്റ്ററിൻ്റെ ആ ദിവസം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാനും കരുതിയിരുന്നത്. അങ്ങനെയാണ് അച്ചു പ്ലാൻ ഇട്ടത് ഇന്ന് നമുക്ക് പുറത്ത് പോകാമെന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ടൗൺ ബ്രിഡ്ജിലാണ്. ടൗൺ ബ്രിഡ്ജിൽ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ ഹോം ബാർഗെയിൻസിലാണ് പോകുന്നത്. അപ്പോൾ അച്ചു എനിക്ക് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. പൗണ്ട് ലാൻഡിലോ ഹോം ബാർഗെയിൻസിൽ ഞാൻ എന്ത് തൊട്ടാലും അച്ചു മേടിച്ച് തരാമെന്നുള്ള രീതിയിൽ. പക്ഷേ പൗണ്ട് ലാൻഡിൽ ഇന്നലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ വൈകിട്ട് നമ്മൾ പൗണ്ട് ലാൻഡിൽ പോയപ്പോഴത്തേക്കും അവിടെ എനിക്കൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവിടെ നിന്നൊന്നും കിട്ടിയില്ല. പിന്നെ രണ്ടാമത്തെ ഷോപ്പ് ഹോം ബാർഗെയിൻസ്. അപ്പോൾ ഹോം ബാർഗെയിൻസിൽ ഇന്ന് പോകാന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ ബസ്സൊക്കെ എടുത്ത് ട്രാവൽ ചെയ്ത് അവിടെ വരെ എത്തിയപ്പോഴത്തേക്കാണ് അറിഞ്ഞത് ഹോം ബാർഗെയിൻസ് അടച്ചിരുന്നത്. പക്ഷേ ഗൂഗിളിൽ കാണിച്ചത് ഹോം ബാർഗെയിൻസ് ഓപ്പൺ ആണെന്നുള്ള രീതിയിലാണ് കേട്ടോ.
അങ്ങനെ ചമ്മി പിന്നെ നമ്മൾ തിരിച്ച് ടെമ്പിൾ ജോൾസിലോട്ട് തന്നെ വന്നു. പിന്നെ നേരെ ഇറങ്ങിയത് വാഗമാമയുടെ അവിടെയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വാഗമാമെന്ന മറ്റേ രാമൻ കഴിക്കണം എന്നുള്ളത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അച്ചു ആ ആഗ്രഹം എൻ്റെ ബർത്ത്ഡേ അതായത് ഈസ്റ്ററിൻ്റെ അന്ന് സാധിച്ചു തന്നു. അങ്ങനെ അച്ചു ഒരു ഹോട്ട് പോട്ട് മേടിച്ചു, ഞാനൊരു ബീഫ് ബ്രിസ്ക്കറ്റ് രാമനാണ് മേടിച്ചത്. എൻ്റെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ച് നേരെ നമ്മൾ വീട്ടിലോട്ട് വന്നേ. മണിയൊക്കെ ആവാറായിട്ടുണ്ടേ. അപ്പോൾ എനിക്കിപ്പോൾ തൊട്ട് ഒരു വലിയ കാര്യം ചെയ്യാം. നാളെ നമ്മളൊരു ട്രിപ്പിനൊക്കെ പോവാണ്. അപ്പം ട്രിപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ ദൂരോട്ടുള്ള സ്ഥലമൊന്നുമല്ല, കോൺവാളിലാണ് പോകുന്നത്, UK തന്നെയാണ്. 3 ഡേയ്സിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നാളെ നമ്മൾ രാവിലെ ഒരു 10 മണിക്ക് ആകുമ്പോഴത്തേക്കാണ് ട്രെയിൻ വരുന്നത്. അപ്പം 10 മണിക്ക് ട്രെയിൻ കയറിയിട്ട് 5 മണിക്ക് ആകുമ്പോഴത്തേക്ക് അവിടെ എത്തും. എന്നിട്ട് നാളെ ഫുൾ ഡേ കോൺവാറിൽ. പിന്നെ നാളെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം, അത് 3-ാമത്തെ ദിവസം നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരും. അപ്പൊ 3 ദിവസം കറക്റ്റ് ആണ് നമ്മൾ അവിടെ പോകുന്നത്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഇതുവരെ പാക്കിംഗ് തുടങ്ങിയിട്ടില്ല. ഞാൻ ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ടേ എല്ലാം ലേറ്റ് ആയിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അത് കാര്യം വേറെ ഒന്നുമല്ല, എല്ലാം നേരത്തെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായി. പിന്നെ ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ ഈ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഏതൊക്കെ ഇടുന്നതെന്നുള്ളത്. അപ്പൊ സത്യം പറഞ്ഞാൽ കോൺവോളിൽ അന്ന് ഇടാൻ വെച്ചാൽ ആ സെക്കൻഡ് ഡേ ഇടാനുള്ള ഡ്രസ്സുകളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ഡേയും 3rd ഡേയും ഇതുവരെ സെറ്റ് ആയിട്ടില്ല. ഞാൻ കുറച്ച് മുന്നേ അവിടുത്തെ വെതർ നോക്കിയപ്പോഴത്തേക്കും നാളെയും നാളെ കഴിഞ്ഞും മഴയാണ് കാണിക്കുന്നത്. ഇവിടെ കുഴപ്പമില്ല, അവിടെ മഴയാണ് കാണിക്കുന്നത്. പിന്നെ മഴ നമുക്ക് പുതിയ കാര്യമല്ല, നമ്മളവിടെ പോയാലും മഴയാണല്ലോ. അപ്പൊ അതിന്റെ രീതിയിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ പോകണമല്ലോ. അപ്പോൾ സെക്കൻഡ് ഡേയിൽ നമ്മൾ ഇടാനിട്ട ഡ്രസ്സിന് ചിലപ്പോൾ നമുക്കൊരു റീപ്ലേസ്മെന്റ് വരാൻ ചാൻസ്. അപ്പൊ ഞാൻ സെക്കൻഡ് ഡേയിൽ ഇടാനായിട്ട് എടുത്തത് ഈ ഒരു ജംപ് സ്യൂട്ടാണേ. ഇത് ഞാനിപ്പോ മേടിച്ചിട്ട് 2 വർഷമായി, ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പൊ ഈ പ്രാവശ്യം കിട്ടിയൊരു അവസരമാണ്. അപ്പൊ ഞാൻ ഈ ഒരു ജംപ് സ്യൂട്ട് ഇടാന്നുള്ളത്. പിന്നെ അച്ചു ഇടാനായിട്ട് ഞാൻ എടുത്തു നിൽക്കുന്നത് ഈ ഒരു ബർമൂഡയും പിന്നെ ഈ ഒരു ടോപ്പുമാണ്. ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ സെക്കൻഡ് ഡേയിൽ ഇതാണ്. ഇനി നമ്മൾ സെക്കൻഡ് ഡേക്ക് റീപ്ലേസ്മെന്റ് നമ്മൾ നോക്കണം. ഇൻ കേസ് മഴയാണെങ്കിൽ അച്ഛന് ബർമൂഡ ഇടാൻ പറ്റത്തില്ല, എനിക്ക് ജംപ് സ്യൂട്ട് ഇടാൻ പറ്റത്തില്ല. അപ്പൊ ആ 2 റീപ്ലേസ്മെന്റ് വേണം. പിന്നെ നാളത്തെ ഡ്രസ്സിന് റീപ്ലേസ്മെന്റ്, നാളത്തെ ഡ്രസ്സും 3rd ഡേയിൽ ഇടാനുള്ള ഡ്രസ്സും നമ്മളൊന്ന് ചൂസ് ചെയ്യണം. കോൺവോള് ശരിക്കും ഒരു ബീച്ച് സീസൈഡ് ഒക്കെയാണ് കേട്ടോ. പിന്നെ അതൊരു വലിയ പ്ലേസ് ആണ്. അപ്പൊ നമ്മൾ ആകെ ഒറ്റൊരു സ്ഥലത്ത് മാത്രമേ പോകുന്നുള്ളൂ, സെയിന്റ് ഐവീസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് പോകുന്നത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലൈമറ്റ് കുറച്ച് മോശമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ നാളെ ഒരു മറ്റേ ഹെവി ആയിട്ടുള്ള ബ്ലാക്ക് കോട്ട് എടുത്തിടാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതിനടിയിൽ നമുക്കൊരു സമ്മർ ക്ലോത്ത് തന്നെ ഇടാം. എന്നുവെച്ചാൽ ഒത്തിരി കട്ടി കുറഞ്ഞ ക്ലോത്ത് ഒന്നുമല്ല, കുറച്ച് കട്ടിയുള്ള ക്ലോത്താണ് ഇടാനായിട്ട് പോകുന്നത്. പിന്നെ ജീൻസ് നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏതാണെന്നുള്ളത്. ഞാൻ ആദ്യം നാളെ ഇടാനായിട്ട് ഞാൻ എടുത്തു വെച്ചത് ആദ്യം ഈ ഒരു വൈറ്റ് ടീഷർട്ടായിരുന്നു. ഇതും മേടിച്ചിട്ട് ഇപ്പം 2 വർഷമായി. ഇത് നമ്മുടെ സേവ് ദ ഡേറ്റിന് വേണ്ടി ഞങ്ങൾ മേടിച്ചതാണ്. അപ്പൊ എനിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛനും മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ്റെ ഇവിടെ ഇല്ല കേട്ടോ, ഇത് എന്നെ മാത്രമേ ഇവിടെ ഇരിപ്പുള്ളൂ. അപ്പം ഞാൻ നാളെ ഇതായിരുന്നു ഇടാനിടുന്നത്. പക്ഷെ മിക്കവാറും ഞാൻ അത് മാറ്റി. ഞാൻ പറഞ്ഞില്ല, ആ ബ്ലാക്ക് കോട്ട് ഇടുന്നതുകൊണ്ട് എനിക്ക് അതിനോടുള്ള ജീൻസ് ഞാൻ മിക്കവാറും മാറ്റാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇതും ബ്ലൂ റിപ്റ്റ് ജീൻസ് ഇടാനായിരുന്നു ഇരുന്നത്. പക്ഷെ ബ്ലൂ റിപ്റ്റ് ജീൻസും ആ ബ്ലാക്ക് കോട്ടോടെ ഒരു ചേർച്ചയില്ലാത്തതുകൊണ്ട് ഞാനത് മാറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഒന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഏതൊക്കെ ഇടണമെന്നുള്ളത്. ഞാൻ ആ റൂമിൽ അത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ അച്ചു എനിക്ക് കേക്ക് ഓർഡർ ചെയ്യുന്നുള്ള കാര്യം ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലായിരുന്നു കേട്ടോ. ഈ ഒരു കേക്ക് വന്നത് ടോൺബ്രിഡ്ജിൽ നിന്നാണ്. കേക്ക്സ് ആൻഡ് ബേക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിൽ നിന്നാണ് കേക്ക് വരുന്നത്. 3 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്ഡ് ആയിട്ടുള്ള സ്ലൈസസ് ആണ് വന്നത്. ഒന്ന് റെഡ് വെൽവെറ്റ്, ഒന്ന് ഫെറേറോ റോഷറിനും, ഒന്ന് പിസ്താഷ്യോയുടെ. 3ഉം നല്ല അടിപൊളിയായിരുന്നു. റെഡ് വെൽവെറ്റ് ഭയങ്കര ഹാർഡായിരുന്നു, പക്ഷെ മറ്റു 2 നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിസ്താഷ്യോ പറയാനേ വയ്യ, അടിപൊളി എന്ന് വെച്ചാൽ അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ എനിക്ക് തന്ന വേറൊരു സർപ്രൈസ്. ഇത് ജന്മത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു കേക്ക് കിട്ടുമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേക്ക് മേടിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തത്. പിന്നെ ഈ ട്രിപ്പിനൊക്കെ പോകുന്നതുകൊണ്ട് കേക്ക് പിന്നെ മേടിച്ച് കഴിഞ്ഞാൽ അത്ര എന്തായാലും ഒരു ദിവസത്തേക്ക് തിന്ന് തീർക്കത്തില്ല. അപ്പം പിന്നെ അത് വേണ്ടാന്നുള്ള രീതിയിൽ ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. പക്ഷെ അച്ഛൻ ഇങ്ങനെ ഒരു സർപ്രൈസ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഗൈസ്, കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് ടു അവർ പരിപാടീസ്. അപ്പം ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു സെക്കൻഡ് ഡേ ഡ്രസ്സ്. താഴെ അച്ഛനും ഡ്രസ്സ് ഉണ്ട്. അപ്പം എൻ്റെ ഡ്രസ്സ് അച്ഛനും ഡ്രസ്സ് ചെയ്യാൻ മാറ്റിയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഇതാണ് നാളെ ഞാൻ ഇടാനായിട്ട് പോകുന്ന ഡ്രസ്സ്. ഈ ഒരു ബ്ലൂ ജീൻസും ഈ ഒരു വൈറ്റ് ടോപ്പും. വൈറ്റ് ടോപ്പ് ഞാൻ നേരത്തെ കാണിച്ചാൽ ലണ്ടൻ്റെ ആ സെയിം ടോപ്പ് തന്നെയാണ്. പിന്നെ ഞാൻ ആദ്യം ഓർത്തത് ബ്ലാക്ക് ജീൻസ് ഇടാമെന്നാണ്. എനിക്ക് ബ്ലാക്ക് റിപ്റ്റ് ജീൻസ് ഉണ്ടായിരുന്നു, ജഗ്ഗിങ്സ് അല്ല കേട്ടോ, ജീൻസ്. അതായിരുന്നു ആദ്യം ഇടായിരുന്നത്. പക്ഷേ ഈ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആ ജീൻസ് ഇടുമ്പോഴത്തേക്ക് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഈ അടുത്ത് കുറച്ച് ലൂസായിട്ടുള്ള ജീൻസ് എടുത്തിടാന്നുണ്ട്. കണ്ടോ, ഇങ്ങനത്തെയാണ് ഇതിൻ്റെ ഒരു വേസ്റ്റ് ഭാഗം വരുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ നമുക്ക്
ലൂസായിട്ടിരിക്കും, ഇലാസ്റ്റിക് അല്ല, അപ്പോൾ കുറച്ചുകൂടി ലൂസായിട്ടിരിക്കും. അപ്പോൾ എനിക്കിതാണ് ട്രാവലിങ്ങിന് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത്. ഇങ്ങനത്തെ ജീൻസാണ് കേട്ടോ എനിക്ക് പ്രിഫർ ചെയ്യുന്നത്. അപ്പം അതാണ് നാളെ ഇടുന്നത്. പിന്നെ ഇത് നമുക്ക് ഹോട്ടലിൽ ഇടാനായിട്ടുള്ള ഒരു ടോപ്പും ഇത് പാൻറ്റ്. ഇത് ആക്ച്വലി വെളിയിൽ കൊണ്ടുവന്ന പാൻറ്റാണ്. ഇതാണ് എൻ്റെ റിപ്റ്റായിട്ടുള്ള ജഗ്ഗിങ്സ്. അപ്പോൾ അത് ഞാനൊന്ന് ഹോട്ടലിടാമെന്ന് വെച്ചു. പിന്നെ ഇത് നമ്മൾ ആ ഒരു ഡ്രസ്സിന് വേണ്ടി എടുത്തിരിക്കുന്ന റീപ്ലേസ്മെൻ്റ് ആണ് കേട്ടോ. മഴയാണെങ്കിൽ ഈ ഒരു ഡ്രസ്സ് ഇടാമെന്നുള്ള രീതിയിലാണ്. ആൻഡ് ഇതാണ് 3ാമത്തെ ദിവസം നമ്മൾ ഇടാനായിട്ട് പോകുന്ന ഒരു ടോപ്പ്. അപ്പം എൻ്റെ എല്ലാം ഇപ്പോൾ സോർട്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പം മച്ചുവിൻ്റെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പം എൻ്റെ എല്ലാം ഈ ഒരു നമുക്ക് സ്റ്റോറേജ് ബോക്സിനകത്ത് എടുത്ത് വെക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. മച്ചുവിൻ്റെ ഡ്രസ്സസ് ഇതാ സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഹോട്ടലിടാനുള്ളത്, ഇത് സെക്കൻഡ് ഡേയിൽ ഇടാനുള്ളത്. പിന്നെ അതിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണ് ഇതാ ഇത്, ഈ ഒരു ടോപ്പ്. ഇത് 3rd ഡേയിന്. പിന്നെ ഒരു ഹൂഡി ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അത് അച്ഛന് വേണമെന്ന് പറഞ്ഞു. ഞാൻ എക്സ്ട്രാ ഹൂഡി എടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ജസ്റ്റ് ഇൻ കേസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അച്ഛൻ്റെ ഇതുപോലെ തന്നെ എൻ്റെ വെച്ചതിൻ്റെ പോലെ തന്നെ സെയിം നമുക്ക് അങ്ങനത്തെ ഒരു ബോക്സിൽ ആക്കി വെക്കാവേ. അപ്പോൾ ഡ്രസ്സുകളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ജ്വല്ലറീസ് നോക്കണമല്ലോ. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവേ, ഓരോന്നോരോന്നായി നമുക്ക് ചെയ്യാം. അപ്പോൾ ട്രിപ്പിനൊക്കെ പോകാൻ വേണ്ടി ഈ ഒരു 2-3 ദിവസത്തേക്കൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനത്തെ ഒക്കെ ഒരു ജ്വല്ലറി ബോക്സ് കൊണ്ടുവന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അതെല്ലാം കയറും. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇതിനകത്താണ് 2 ദിവസം ഇടാനായിട്ടുള്ള ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പം അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷനാണ് കേട്ടോ ഇങ്ങനെ. അപ്പം ഇതിനകത്തെയാണ് ഞാൻ ആ മാല വെച്ചേക്കുന്നത്. ഇത് കമ്മൽ വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റ് 2 കമ്മൽ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം മോതിരങ്ങളാണ്. പിന്നെ ഇത് ബ്രേസ്ലെറ്റ്സ്. ഇത് ഇവിടെ ഇരുന്നതായിരുന്നു. അപ്പം ഇതിന് ഞാൻ എടുത്ത് മാറ്റിയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ ബ്രേസ്ലെറ്റ്സ് കയറത്തില്ലായിരുന്നു. അപ്പം 2 ദിവസത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സാധനങ്ങളെല്ലാം എന്താ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നല്ല ഭയങ്കര മൈന്യൂട്ടാണ്, എന്നാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അല്ലേ. അപ്പം ഇത് ഞാൻ തെമുന്നാണ് കേട്ടോ മേടിച്ചത്. ആസ് യൂഷ്വൽ തെമുവിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോകാം. ഇനി നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ആ ഒരു കുഞ്ഞ് ഹാൻഡ് ബാഗ് പാക്ക് ചെയ്യാവേ. അപ്പം ഈ ഒരു പൗച്ചിനകത്ത് ഞാൻ എടുത്ത് വെക്കാനായിട്ട് പോകുന്ന ഒരു കവറ്. ഇത് ആക്ച്വലി വോമിറ്റിംഗ് ഉള്ളവരാണെങ്കിൽ അതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു കവർ എടുക്കുന്നത്. പിന്നെ ഒരു ടിഷ്യൂ എടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യമുള്ള കുറച്ച് മെഡിസിൻസ്. ഇത് ഇപ്പോൾ കൈമുറയാണെങ്കിൽ അതിനുള്ളത്. പിന്നെ അത് മെഡിസിൻ കേട്ടോ, അത് മനസ്സിലായി കാണുമല്ലോ. ഇത് പാരസിറ്റമോള്, ഇമോഡിയം, പിന്നെ ടോയ്ലറ്റ് സീറ്റ് കവേഴ്സ്, പിന്നെ പാഡ്. പിന്നെ ഇതിനകത്താണ് ഞാൻ ഫോൺ ചാർജും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇത് 2 ഉണ്ട്. ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം അച്ചുവിന്. അപ്പോൾ 2 പേർക്ക് 2 പേഴ്സിൽ വെക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഈ ഒരു പൗച്ചിനകത്ത് എടുത്ത് വെച്ചിട്ട് ഈ ഒരു പൗച്ച് ഞാൻ ഈ ഒരു കുഞ്ഞ് ബാഗിനകത്ത് എടുത്ത് വെക്കുന്നതായിരിക്കും. ഈ ഒരു ബാഗിനകത്ത് അതും പിന്നെ 2-3 ക്രിസ്പ്സ് മാത്രമേ കയറത്തുള്ളൂ. അങ്ങനെ അപ്പോൾ നമ്മുടെ പാക്കിംഗ് കഴിയും. അങ്ങനെ എല്ലാം ട്രിപ്പിനുള്ള പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കുളിച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങാനായിട്ട് പോകണം. കാരണം നാളെ രാവിലെ എഴുന്നേക്കണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ എൻഡ് ചെയ്യാനായിട്ട് പോകണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ് സൈനിങ് ഓഫ്.